സാമൂഹികവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ ഏറെ സമ്പന്നമായിരുന്നു ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ. അവർക്ക് നഷ്ടപ്പെട്ട തുടർച്ചയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ജാമിയ മൊയ്നിയ. പരിശുദ്ധ ദീനിൻ്റെ മഹത്വവും പാരമ്പര്യവും വീണ്ടും പകർന്നു നൽകി ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിനും സ്വപ്നങ്ങൾക്കും നിറം പകരാൻ ഒരു കൂട്ടം പ്രബോധകർ ജാമിയ മൊയ്നിയയുടെ രംഗത്തിറങ്ങുകയാണ്. ഈ മഹത്തായ യാത്രയ്ക്ക് ഇപ്പോൾ 10 വർഷം പൂർത്തിയാവുകയാണ്. ജാമിയ മൊയ്നിയക്ക് 10 വയസ്സ് തികയുകയാണ്. 2025 നവംബർ 3, 4, 5 തീയതികളിൽ ജാമിയ മൊയ്നിയ 10ാം വാർഷിക 9ാം സനദ്ദാന സമ്മേളനം അജ്മീർ ഷെരീഫിൽ വെച്ച് വിപുലമായി നടക്കുകയാണ്. അറിവും മന്നവും ആശ്രയവും വെറും സ്വപ്നമായി തീർന്നവർക്ക് പുതുവെളിച്ചവും ആത്മവിശ്വാസവും പകർന്നു നൽകുക എന്ന ദൗത്യമാണ് പിന്നീട് ജാമിയ മൊയ്നിയ ഏറ്റെടുത്തത്. ജന്മനാടും വീടും ജീവിത സൗകര്യങ്ങളും പിന്നിലാക്കി പരിശുദ്ധ ദീനിൻ്റെ സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച ആ പ്രബോധകരുടെ ത്യാഗത്തെ കാലം സ്വർണ്ണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. ദാരിദ്ര്യവും നിരക്ഷരതയും നിറഞ്ഞു നിൽക്കുന്ന രാജസ്ഥാനിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചവും സാംസ്കാരിക പ്രവർത്തനങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2015 അതാ ഉർ റസൂൽ ഫൗണ്ടേഷൻ ജാമിയ മൊയ്നിയ എന്നീ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. 10 വർഷം പൂർത്തിയാകുന്ന ARFന് കീഴിൽ ജാമിയ മൊയ്നിയ, ദൗറത്തുൽ ഹദീസ്, ദർസെ നിസാമി, വൈസ്ഫോദ് അക്കാദമി, ഖുർആൻ അക്കാദമി, മൊയ്നിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹാഫിള ജമാല വിമൻസ് അക്കാദമി, മോറൽ അക്കാദമികൾ, മൊയ്നിയ മസ്ജിദുകൾ, ഓർഫൻ കെയർ, ഫുഡ് അറ്റ് അജ്മീർ, പ്രതിമാസ റേഷൻ പദ്ധതി, എജു ഹെൽപ്പ്, വിവിധ ഗ്രാമങ്ങളിലെ വാട്ടർ പ്രൊജക്ടുകൾ, ഉസ്മാൻ ഹാറൂനി ഗ്രാജുവേഷൻ അക്കാദമി, മൊയ്ന വിമൻസ് അക്കാദമി, ബയാൻ ഓൺലൈൻ മദ്രസ, മഹ്ഫിലെ മൊയ്നിയ, സുൽത്താനുൽ ഹിന്ദ് അവാർഡ്, അജ്മീർ ഹെൽപ്പ് ഡെസ്ക്, റൂഹാനി മഹ്ഫിൽ, മൊയ്നിയ ഹോളിഡേയ്സ്, ഉസ്രത്തുൽ മൊയ്നിയ തുടങ്ങി വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മതപഠന രംഗത്ത് മുഖ്തസർ ബിരുദം പൂർത്തിയാക്കിയ സമർപ്പിതരായ വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യയിലെ അനുഭവങ്ങളിലൂടെ സേവന പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കാൻ പരിശീലിപ്പിക്കുന്ന കോഴ്സാണ് 1 വർഷത്തെ ദൗറ ഹദീസ്. അജ്മീർ ഷെരീഫിലെ കേന്ദ്ര സ്ഥാപനത്തിനു പുറമെ സർവാർ, നാഗൂർ, ഡൽഹി, ലക്നൗ, വെസ്റ്റ് ബംഗാൾ, ഗുൽബർഗ, കായംപുര, ഹബ്ലി, കരിമ്പ തുടങ്ങിയ ഇടങ്ങളിലും ദൗറ ഹദീസ് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നവർ കൂടിയാണ് ഇവിടങ്ങളിൽ പഠിക്കുന്നവർ. മുത്തഅല്ലിമീങ്ങൾക്ക് പാരമ്പര്യ ദർസ് കിതാബുകൾ പഠിക്കാനുള്ള സൗകര്യമാണ് ദർസെ നിസാമിയിലുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും കിതാബുകൾ ഓതി പഠിക്കുന്നതോടൊപ്പം ഭൗതിക പഠന രംഗത്ത് കൂടി ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് ഗമിക്കുന്നു. വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം ഗല്ലികളിൽ നിന്ന് വിദ്യാർത്ഥികളെ ദത്തെടുത്ത് മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി ഉന്നതനാക്കുക എന്ന ലക്ഷ്യമാണ് മൊയ്നിയ വൈസ്ഫോർഡ് അക്കാദമി സാധ്യമാക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് സമന്വയ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അക്ഷരങ്ങൾ വായിക്കാൻ പോലും അറിയാത്ത കുട്ടികളെ ചേർത്തുപിടിച്ചാണ് മൊയ്നിയ ഖുർആൻ അക്കാദമി പ്രവർത്തിക്കുന്നത്. ഇന്നൊരു ഗ്രാമത്തിൻ്റെ വെളിച്ചമായി മാറിയ മൊയ്നിയ ഖുർആൻ അക്കാദമിയിലൂടെ ധാരാളം വിദ്യാർത്ഥികളെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുകയും അതിൻ്റെ മധുരം നുകരുകയും ചെയ്യുന്നുണ്ട്. അജ്മീറിലെ ഗഗ്വാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെം സ്കൂൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ നല്ല മാതൃകയാണ്. ഗ്രാമത്തിലെ ചെറിയ കുട്ടികൾക്ക് വിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനുമെല്ലാം ചേർത്ത് വെച്ചൊരുക്കിയ കരിക്കുലത്തോടെയാണ് മെംസ് പ്രവർത്തിക്കുന്നത്. സാമൂഹികപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന അജ്മീറിലെയും പരിസരങ്ങളിലെയും ഗ്രാമങ്ങളിൽ നിന്നും വിദ്യാർത്ഥിനികളെ ദത്തെടുത്ത് മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി മികച്ച സ്ഥാനങ്ങളിലെത്തിക്കുകയാണ് ഹാഫിള ജമാല വിമൻസ് അക്കാദമി. അജ്മീറിലെയും പരിസരങ്ങളിലെയും ഗ്രാമങ്ങളിലെ കുട്ടികളെയും മുതിർന്നവരെയും ഉൾക്കൊള്ളിച്ച് അവർക്ക് മതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് മോറൽ അക്കാദമികൾ. സ്ഥാപനത്തിലെ പണ്ഡിത വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരുടെ ഔദ്യോഗിക പഠനശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തിയാണ് ഇവ നടക്കുന്നത്. ചെറിയവരും വലിയവരുമായ ആളുകൾ വൈകുന്നേരങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളിലെത്തി ഖുർആൻ ഓതാൻ പഠിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. അജ്മീർ, ഗഗ്വാന, കായർ റോഡ്, കായംപുര തുടങ്ങിയ ഗ്രാമങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന പള്ളികൾ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. ഗ്രാമവാസികൾക്ക് സസന്തോഷം ആരാധനകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ കെട്ടിലും മട്ടിലും നിർമ്മിച്ച നമ്മുടെ പള്ളികൾ അവർക്ക് അത്താണിയും മതവിഷയങ്ങളിലെ ആശ്രയ കേന്ദ്രവുമാണ്. രാജസ്ഥാനിലെ ചാന്ദിവാസ് എന്ന കുഗ്രാമത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ റെഗുലറായി വന്ന് മതം പഠിക്കുന്ന സംവിധാനമാണിത്. വിദ്യാർത്ഥികൾക്ക് മതപരമായ അറിവുകൾക്കൊപ്പം ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവ പഠിപ്പിക്കുന്ന ചെറിയ ഗ്രാമത്തിലെ വലിയ പദ്ധതിയാണ് ഫൈസാനി ഗരീബ് നവാസ് അക്കാദമി.
സർവാർ ഷെരീഫിൽ സ്ഥിതി ചെയ്യുന്ന ഖോജ ഫഖ്റുദ്ദീൻ ചിസ്തി മോറൽ അക്കാദമി സർവാറിലെയും പരിസരങ്ങളിലെയും വൈജ്ഞാനിക പ്രചാരണം ലക്ഷ്യം വെച്ചുള്ളതാണ്. അനേകം വിദ്യാർത്ഥികളാണ് അനുദിനം പ്രസ്തുത സ്ഥാപനത്തിൽ നിന്ന് വിജ്ഞാനമധു നുകരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തോടൊപ്പം സേവന സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ദഅ്വാ മേഖലകളിൽ സജീവമാവുകയാണ് ഇവിടങ്ങൾ. മതപ്രബോധനത്തോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പിറകിൽ നിൽക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ കവാടം തുറന്നുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളും. ഹസ്രത്ത് ഖോജ ഫഖ്റുദ്ദീൻ ചിശ്തി ഇംഗ്ലീഷ് സ്കൂൾ സർവാർ തങ്ങളുടെ ദർബാറിന്റെ തൊട്ടരികെ സംവിധാനിച്ച വിദ്യാഭ്യാസ സംവിധാനമാണ്. ശാസ്ത്രീയമായ വിവിധ പഠന രീതികളും അധ്യാപന മാർഗങ്ങളും ക്രിയാത്മക സമീപനങ്ങളും ഉപയോഗിക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനം കുട്ടികളിൽ സൃഷ്ടിപരത, സഹകരണ മനോഭാവം, ആനന്ദകരമായ പഠനാനുഭവം എന്നിവ വളർത്തുന്നു. ചെറുപ്രായത്തിൽ തന്നെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നുകരാൻ ഇത് വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്നു. അനാഥരായ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി സ്വന്തം വീടുകളിൽ തന്നെ അവർക്ക് ആവശ്യമായതെല്ലാം നൽകി വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രാപ്തരാക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ അവരെ ചേർത്ത് പിടിക്കുകയുമാണ് മൊയ്നിയ ഓർഫൻ ഹോം കെയർ ചെയ്യുന്നത്. അജ്മീറിന്റെ തെരുവോരങ്ങളിലും പരിസരങ്ങളിലും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന നിരാലംബരായ മനുഷ്യരുടെ അഭയവും പ്രതീക്ഷയുമാണ് ഫുഡ് അറ്റ് അജ്മീർ. എല്ലാ ദിവസവും അജ്മീറിന്റെ പരിസരങ്ങളിൽ നടക്കുന്ന ഈ ഭക്ഷണ വിതരണത്തിന് സുമനസ്സുകൾ നൽകി വരുന്ന സഹായവും പിന്തുണയും വലിയ ആശ്വാസമാണ്. സമൂഹത്തിലെ അശരണരായ ആളുകൾക്കും വിധവകൾക്കും ഓരോ മാസവും ഭക്ഷ്യധാന്യ കിറ്റ് നൽകുക എന്ന ഉദ്ദേശത്തോടെ സംവിധാനിച്ചതാണ് മൊയ്നിയ റേഷൻ പ്രൊജക്ട്. വളരെ പാവപ്പെട്ട പല കുടുംബങ്ങൾക്കും ഇത് അത്താണിയാണ്. രാജസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിൽ നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് മൊയ്നിയ എജു ഹെൽപ്പ്. ചേരി പ്രദേശങ്ങളിൽ വസിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്നതിനുള്ള പദ്ധതിയാണ് മൊയ്നിയ വാട്ടർ പ്രൊജക്ട്. കുടിവെള്ളത്തിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇതിനകം ഈ പദ്ധതി സഹായകമായിട്ടുണ്ട്. മതമേഖലയിൽ ഡിസ്റ്റൻസായി പഠിച്ച് മതബിരുദമെടുക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയ സംവിധാനമാണ് ഉസ്മാനുൽ ഹാറൂനി ഗ്രാജുവേഷൻ അക്കാദമി. ഹാറൂനി, കാമിൽ ഹാറൂനി കോഴ്സുകളാണ് അക്കാദമിക്ക് കീഴിൽ ഇപ്പോൾ നടന്നു വരുന്നത്. അജ്മീർ ഷെരീഫിൽ വെച്ചാണ് സനദ്ദാനം നടക്കുന്നത്. നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താനും മതപഠനത്തിൽ കൂടുതൽ മുന്നേറാനും മനഃശാസ്ത്ര ടിപ്സുകൾ ഉപയോഗിച്ച് സ്നേഹമുള്ള കുടുംബത്തെ വാർത്തെടുക്കാനും വനിതകളെ പ്രാപ്തരാക്കുന്ന ഡിസ്റ്റൻസ് സംവിധാനമാണ് മൊയ്ന വിമൻസ് അക്കാദമി. മൊയ്ന കാമില തുടങ്ങിയ കോഴ്സുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവരിൽ സാധ്യമാകുന്നവർക്ക് അജ്മീർ ഷെരീഫിൽ നിന്നും അല്ലാത്തവർക്ക് കേരളത്തിൽ നിന്നുമാണ് സനദ്ദാനം നടക്കുക. ജോലി ആവശ്യാർത്ഥം മറ്റു വിദേശ രാജ്യങ്ങളിൽ കഴിയേണ്ടി വരുന്നവരുടെ മക്കളുടെ ദീനീ പഠനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അവർക്ക് ബദൽ സംവിധാനം ഒരുക്കുകയാണ് മൊയ്നിക്ക് കീഴിലുള്ള ബയാൻ ഓൺലൈൻ മദ്രസ. നിരവധി വിദ്യാർത്ഥികളെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലും ഖോജ തങ്ങളുടെ ദർബാറിൽ വെച്ച് നടക്കുന്ന ആത്മീയ മജ്ലിസാണ് മെഹ്ഫിലെ മൊയ്നിയ. നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച അനുഭവവും ആവശ്യങ്ങൾ നിറവേറിയ സന്തോഷവും ലഭിച്ച സംഗമം കൂടിയാണിത്. സ്ഥാപന സഹകാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിവരുന്നു. IT ഹട്ട് സർവാറിൽ പാവപ്പെട്ട ഗ്രാമീണർക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകി പുതുകാലത്തോടൊപ്പം സഞ്ചരിക്കാൻ അവരെ സഹായിക്കുന്ന സംവിധാനമാണ് IT ഹട്ട്. ഒരേ സമയം വിദ്യാർത്ഥികളും മുതിർന്നവരും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. IT ഹട്ട് സർവാർ പ്രദേശവാസികളുടെ സാമൂഹിക വികസനത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകുന്നു. पिछले 10 साल से जामिया मोइनिया ने काफी तरक्की की है. इन्होंने आसपास के बच्चों, जहाँ पर कोई तालीम का कोई बंदोबस्त नहीं है, वहाँ पे यहाँ के बच्चे भी वहाँ जाते हैं और आसपास के इलाके में भी ये गरीब तलबा या गरीब बच्चों से संपर्क करके और बच्चों को यहाँ इन्होंने मदऊ भी कर दिया हुआ है, यहाँ पे एंगेज भी किया है, बच्चों को तालीम भी दे रहे हैं और गरीब और बच्चों को भी ये लोग कुछ सामग्री भी वितरित करते हैं ताकि उनकी मदद हो. तो माशाल्लाह काफी इनकी अच्छी कोशिश है.